തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ അനിൽകുമാർ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഉറിയടി സമർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ അനിൽകുമാർ അറിയിച്ചു. അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കൃഷ്ണപുരം ക്ഷേത്രത്തിൽ പൂർത്തിയാവുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന അഷ്ടമിരോഹിണി മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നാളെ രാത്രി 1:30 ജന്മാഷ്ടമിയുടെ ശ്രീഭൂതബലിയുടെയും ചടങ്ങുകളോടെയാണ് പര്യവസാനിക്കുന്നത്. രാവിലെ 6 മണിക്ക് മുമ്പായി ക്ഷേത്രനട തുറക്കുകയും അഷ്ടദ്രവ്യ മഹാഗണപതിയോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവം കൊണ്ടാടാൻ ക്ഷേത്രോപദേശ സമിതിയും ഭക്തജനങ്ങളും രോഹിണി സംഘവും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 6 മണിക്ക് ഉറിയടി സമർപ്പണം ആരംഭിക്കും. ഉറിയടി സമർപ്പണം രാവിലെ 2 രീതിയിലാണ് നമ്മൾ ഉറിയടി സമർപ്പണം ഈ പ്രാവശ്യം കോർത്തിണക്കിയിട്ടുള്ളത്. വെണ്ണ, പാല്, ഉണ്ണിയപ്പം അങ്ങനെ ഭഗവാന് നേദ്യങ്ങൾ സമർപ്പിക്കുന്ന ഉറിക്ക് വലിയ ഉറിയായിട്ട് സമർപ്പിക്കുന്ന ഒരു ചടങ്ങും ചെറിയ ഉറികളും അങ്ങനെ 2 ആയിട്ട് നേദ്യങ്ങളില്ലാത്ത സാധാ ഉറിയും അല്ലാത്ത നേദ്യങ്ങളുള്ള ഉറിയും അങ്ങനെ 2 രീതിയിലാണ് സമർപ്പണം. ഭഗവാനെ അണിയിച്ചൊരുക്കി വിളക്ക് കൊളുത്തി അതിന് മുന്നിൽ തിരുമേനിയുടെ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി രാവിലെ ആരംഭിക്കുന്ന ഉറിയടി ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി അല്പനേരം വിശ്രമം ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നീട് 11:30 വരെ ക്ഷേത്ര നട അടയ്ക്കുന്നത് വരെ നമ്മൾ തുടരുന്നതാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിനകത്ത് മറ്റു പൂജകൾ, പ്രധാന വഴിപാടായ ഉണ്ണിയപ്പം, പാൽപ്പായസം അങ്ങനെയൊക്കെയുള്ള പ്രധാന വഴിപാടുകൾ, അതുപോലെ പ്രധാന ജന്മാഷ്ടമി പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നടക്കുന്ന അന്നദാനം. അതിനുശേഷം ക്ഷേത്രനട വൈകിട്ട് 5 മണിക്ക് തുറക്കുമ്പോൾ 5 തൊട്ട് 7:30 വരെ 7 മണി വരെ ദീപാരാധനയ്ക്ക് മുമ്പ് വരെ നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് ഉറികൾ സമർപ്പിക്കുന്നതാണ്. അതിനുശേഷം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാന്റെ ഗരുഡവാഹന എഴുന്നള്ളത്ത്, എല്ലാ രോഹിണി നാളും നടക്കുന്ന വിശേഷാൽ ഗരുഡവാഹന എഴുന്നള്ളത്ത്, അത് കഴിഞ്ഞിട്ട് സേവയ്ക്ക് ശേഷം കൈകൊട്ടിക്കളിയും തിരുവാതിരയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പരിപാടി. അത് നെക്കനാൽ നിന്നുള്ളൊരു തിരുവാതിര സംഘമാണ് അത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉറിയടിയിൽ പങ്കെടുക്കുന്ന ബാലികാ ബാലന്മാരുടെ കാപ്പുകെട്ട് ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. ഉറിയടി വഴിപാടിനായുള്ള ഉറികളുടെ നിർമ്മാണവും പൂർത്തിയായി. അഷ്ടമിരോഹിണി ദിവസം പ്രഭാതഭേരി, ഉഷപൂജ, ഗണപതി ഹോമം, അതിനുശേഷം ഉറിയടി സമാരംഭിക്കും. തുടർന്ന് ഭാഗവത പാരായണം, പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപാരാധന, സ്പെഷ്യൽ ദീപക്കാഴ്ച, വെടിക്കെട്ട്, 7 മണിക്ക് ഗരുഡവാഹന എഴുന്നള്ളത്തും ഇതോടൊപ്പം നടക്കും. തുടർന്ന് സേവയും ശ്രീഭൂതബലിയും നടക്കും. CDNet ന്യൂസ്, കൃഷ്ണപുരം.